Good morning, children. In previous class, we already discussed about range function and for loop in Python programming language. Python programming language ഉള്ള range function അതുപോലെ തന്നെ for loop, looping statement ആയ for loop ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതിൻ്റെ പ്രോഗ്രാമിംഗ് സെക്ഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് സിസ്റ്റത്തിൽ ചെയ്ത് നോക്കാനുള്ള ഒരു വിഷമം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സ്കൂളൊക്കെ സാധാരണ പഴയ രീതിയിൽ ആയിട്ട് നമുക്ക് ലാബിൽ ചെയ്തു നോക്കാം. അതുപോലെ തന്നെ വീട്ടിൽ സൗകര്യങ്ങൾ ഉള്ളവർ എന്ത് ചെയ്യാം, വീട്ടിൽ ചെയ്തു നോക്കാം. അല്ലാത്തവർ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ, ടുഡേ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ഫോർത്ത് ചാപ്റ്റർ. നിങ്ങളുടെ 4ാമത്തെ അധ്യായത്തിലുള്ള, അതായത് പ്രോഗ്രാമിംഗ് എന്ന ചാപ്റ്ററിലുള്ള അവസാനത്തെ സെക്ഷനിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് വൈൽ ലൂപ്പ്. മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റായ വൈൽ ലൂപ്പ്, WHILE, ഫോർ ലൂപ്പ് പോലെ തന്നെ മറ്റൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയ വൈൽ ലൂപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഈസി ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഫോർ ലൂപ്പ് പോലെ തന്നെ ചെറിയൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഒരു ജസ്റ്റ് ഒരു പ്രോഗ്രാം, ജസ്റ്റ് ഒരു 2 ലൈൻ or 3 ലൈൻ പ്രോഗ്രാം എഴുതിയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ പേജ് നമ്പർ 53, 53ാമത്തെ പേജ് നമ്പർ എല്ലാവരും ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ 53ാമത്തെ പേജ് നമ്പർ. ഓക്കെ, അതിൽ ആക്ടിവിറ്റി 4.9, പ്രവർത്തനം 4.9, ഡിസ്പ്ലേയിങ് നമ്പേഴ്സ് അഥവാ സംഖ്യകൾ പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, സപ്പോസ് യു നീഡ് ടു ക്രിയേറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ഈവൻ നമ്പേഴ്സ് ഫ്രം 2 to 100. For indicating the numbers, you may use the range to 101 2. You can give the different values to variable k and then display. എന്താണ് ഇവിടെ പറയുന്നത്? സംഖ്യകൾ പ്രദർശിപ്പിക്കുക. 2 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കണം നമുക്ക്. ഈ സംഖ്യകളെ സൂചിപ്പിക്കാൻ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് 2, 101, 101, അതുപോലെ 2. റേഞ്ച് ഫംഗ്ഷൻ, ഈ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സംഖ്യകളെ പ്രദർശിപ്പിക്കാം. എന്താണ് ഈ റേഞ്ച് ഫംഗ്ഷൻ്റെ മീനിങ്? റേഞ്ച് 2, 101, 2 എന്താണ്? നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്തിട്ടത് ഡിഫൈൻ ചെയ്യാം അല്ലേ? അപ്പോൾ ജസ്റ്റ് ഗോ ടു ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ്, ഐഡിയലി. ഓക്കെ, ക്ലിക്ക് ഓൺ ഫയൽ, ന്യൂ ഫയൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോർ കെ എന്നാണ്. കെ എന്ന വേരിയബിൾ നിങ്ങൾക്ക് ഐ എന്നോ എ എന്നോ ബി എന്നോ അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല കൊടുക്കാം. പക്ഷേ പ്രിന്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അതേ വേരിയബിൾ തന്നെ കൊടുക്കണം നമ്മൾ. ഫോർ കെ ഇൻ റേഞ്ച്, റേഞ്ചിനുള്ള എന്താണ് 2, 101, 2. അത് കഴിഞ്ഞിട്ട് കോളൻ കൊടുക്കാൻ മറക്കാൻ പാടില്ല. ഓക്കെ, ദെൻ പ്രിന്റ്, ആ വേരിയബിൾ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഈ പ്രോഗ്രാമിൻ്റെ മീനിങ് എന്താണ്? എന്ത് പ്രോഗ്രാമാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്? ക്രിയേറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകൾ അല്ലേ? 2 മുതൽ എന്താണ് 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ അല്ലേ? 2 മുതൽ 100 വരെ. അപ്പോൾ 2 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്പർ 2 ആയിരിക്കും, ലാസ്റ്റ് നമ്പർ എന്തായിരിക്കും? 100 ആയിരിക്കും അല്ലേ? ഫസ്റ്റ് നമ്പർ ഈസ് 2, ലാസ്റ്റ് നമ്പർ ഈസ് 100 അല്ലേ? ഈവൺ നമ്പേഴ്സ്. അപ്പോഴതിന് റേഞ്ച് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ റേഞ്ച് ഫംഗ്ഷനിൽ 2,
101 2 2 101 2 എന്ന് പറഞ്ഞിട്ട് 3 സംഖ്യകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ 2, ആദ്യത്തെ രണ്ടിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് നമ്പറാണ് 2. ആ ഒരു മീനിങ് 2 ഈസ് അവർ ഫസ്റ്റ് നമ്പർ. 2 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ 2 ആയിരിക്കുമല്ലോ, അല്ലേ? അതുപോലെ 101 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എന്നല്ല നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പം 100 ഡിസ്പ്ലേ ചെയ്യിക്കാൻ എന്താണ്? 100 കഴിഞ്ഞിട്ടുള്ള ഒരു സംഖ്യ കൂടി എന്ത് ചെയ്യണം? അവിടെ നമുക്ക് ആ റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കണം. അതായത് 101. ഓക്കെ, 101 കൊടുത്താൽ 100 വരെ പ്രിന്റ് ചെയ്യിക്കും. ആ ഒരു മീനിങ് നമ്മുടെ റേഞ്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു, അല്ലേ? കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? 2 101 2. ലാസ്റ്റ് 2വിൻ്റെ മീനിങ് എന്താണ്? ആ 2 വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ചെയ്യുക, വിലകൾ വർദ്ധിക്കുക. ഈ കെക്ക് ഇപ്പം എന്താണ്? കെക്ക് ഇപ്പം 2 കൊടുത്തു, 2. അടുത്തതാണ് k+2 ആയിരിക്കും, 2 + 2 4. ദെൻ 2 4 4 + 2 6 6 + 2 8. അങ്ങനെ എന്താണ്? ഇൻക്രിമെന്റ് ചെയ്ത് വരും 2, അല്ലേ? ഈവൻ നമ്പേഴ്സ് അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് കൊടുക്കാം? ഇത് റൺ ചെയ്യുക, റൺ മൊഡ്യൂൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനു മുമ്പ് ഈ പ്രിന്റ് കെ എന്നുള്ളത് എന്താണ്? ഈ കെ എന്ന വേരിയബിളിൽ നമ്മൾ കൊടുത്ത വാല്യൂസ് ഒക്കെ പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ഓക്കെ, റൺ മൊഡ്യൂൾ കൊടുത്താൽ എന്ത് ചെയ്യാം? നമുക്ക് അത് എവിടെയാണെന്ന് വെച്ചാൽ സേവ് ചെയ്യുക. തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 മുതൽ ഈവൻ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 2 to 100, 2 4 6 8 10 12 അങ്ങനെ അത് 100 വരെ ഇവിടെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇത് നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈവൻ നമ്പേഴ്സ് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകൾ നമുക്ക് പ്രിന്റ് ചെയ്താലോ? ഇതേപോലെ തന്നെ ഞാനൊരു പ്രോഗ്രാം പറയുന്നു. 1 മുതൽ എന്താണ്? 101 1 to 101. Create a program to display the odd numbers from 1 to 101 എന്ന് പറയുന്നു. 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകൾ പ്രദർശിപ്പിക്കുക എന്നുള്ള പ്രോഗ്രാം. അപ്പോഴെന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും ആലോചിച്ച് നോക്കുക. എന്താണ് അതിൻ്റെ റേഞ്ച് ഫംഗ്ഷൻ്റെ ഇവിടെ നമുക്ക് അത് മാത്രമല്ല മാറ്റാനുള്ളൂ. റേഞ്ച് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന വാല്യൂസ് മാത്രമേ മാറ്റാനുള്ളൂ, അല്ലേ? കെ വേരിയബിളും പ്രിന്റ് കെ ഒക്കെ അവിടെ തന്നെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അല്ലേ? റേഞ്ച് ഫംഗ്ഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, അല്ലേ? എന്താണ്? 1 to 101 എന്നല്ലേ പറഞ്ഞത്? അപ്പോഴെന്താണ് ഫസ്റ്റ് നമ്പർ വരിക? ആ 2വിൻ്റെ പ്ലേസിൽ എന്താണ്? 1 ആണ് വരിക, അല്ലേ? അതുപോലെ തന്നെ 101 വരെ, അല്ലേ? ഫ്രം 1 to 101 എന്നല്ല പറഞ്ഞേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ 101ൻ്റെ പ്ലേസിൽ നമുക്ക് 102 എന്ന് കൊടുക്കാം. എന്നല്ലേ 101 പ്രിന്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എന്ത് വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്യണം? ഈ കൊടുത്തത് ശരിയാണോ? ഫസ്റ്റ് നമ്പർ 1 വരും, അതുപോലെ അപ് ടു 102 വരെ വരും, അല്ലേ? അപ്പോൾ ഇൻക്രിമെന്റ് എന്താണ്? 1. നെക്സ്റ്റ് എന്ത് വരും? നെക്സ്റ്റ് ഓഡ് നമ്പർ എന്താണ്? 1 + 2 3 3 + 2 5. അപ്പം കറക്റ്റ് അല്ലേ? 2 വെച്ചിട്ടുള്ള ഇൻക്രിമെന്റ് ചെയ്യേണ്ടത്. യെസ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിയാലേ നമുക്കെന്ത് കാണാൻ പറ്റും? നമുക്കിവിടെ ഓഡ് നമ്പേഴ്സ്, അല്ലേ? ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1 to 101. 1 മുതൽ 101 വരെയുള്ള ഒറ്റ സംഖ്യകൾ ഇവിടെ പ്രിന്റ് ചെയ്യിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഇവിടെ പറയുന്നത് വൈൽ ലൂപ്പ് വെച്ചിട്ട് ഈ പ്രോഗ്രാം എങ്ങനെ ചെയ്യാന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വൈൽ ലൂപ്പ് വെച്ചിട്ട്. അപ്പോൾ വൈൽ ലൂപ്പ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ആ ഒരു ബോക്സിൽ വൈൽ ലൂപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ് വൈൽ ലൂപ്പ് എന്ന് നമുക്ക് നോക്കി നോക്കാം. A loop statement used in Python is called while loop.
പൈത്തണിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വൈൽ ലൂപ്പ്. When we use while loop instead of for loop, the statements that indicate the starting value of the variable and the increase of the value have to be have to have to be indicated separately. ഫോർ ലൂപ്പിന് പകരം വൈൽ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ ചരത്തിൻ്റെ അല്ലെങ്കിൽ വേരിയബിളിൻ്റെ തുടക്ക വിലയെ സൂചിപ്പിക്കുന്നതും വർധനവിനെ സൂചിപ്പിക്കുന്നതുമായ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രത്യേകമായി നൽകേണ്ടി വരും. ഫോർ ലൂപ്പിലുള്ള ഒരു പ്രോഗ്രാമിനെ വൈൽ ലൂപ്പിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് അടുത്ത പേജിൽ. നമുക്കത് നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത ഒരു പ്രോഗ്രാമാണിത് അല്ലേ. 2 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ. യു ഓൾറെഡി ക്രിയേറ്റഡ് ദാറ്റ് പ്രോഗ്രാം ദാറ്റ് ഡിസ്പ്ലേസ് ദ ഈവൻ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 2 to 100. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എങ്ങനെ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എഴുതാമെന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് നമുക്കിവിടെ ഞാനിവിടെ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫോർ ലൂപ്പിൻ്റെ പ്രോഗ്രാമാണ്. ഇതെങ്ങനെ വൈൽ ലൂപ്പ് വെച്ചിട്ട് എഴുതുന്നതാണ് പറയുന്നത്. വൈൽ ലൂപ്പ് വെച്ചിട്ട് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ റേഞ്ച് ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ള ഈ 3 സംഭവങ്ങളിൽ റേഞ്ച് ഫംഗ്ഷനിൽ കൊടുത്തിട്ടുള്ള എന്താണ് ഈ വാല്യൂസ്, ഇത് 3ഉം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റേഞ്ച് ഫംഗ്ഷനിൽ കൊടുത്ത ആദ്യം 2 എന്ന് കൊടുത്തു സ്റ്റാർട്ടിങ് വാല്യൂ. അത് അതേപോലെ നമ്മൾ എന്ത് കൊടുത്തു, k = 2 എന്ന് കൊടുത്തു. അതാണ് ഫസ്റ്റ് ലൈൻ. വൈൽ ലൂപ്പ് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ആദ്യത്തെ ലൈൻ k = 2. kക്ക് 2 എന്നുള്ള ഒരു സ്റ്റാർട്ടിങ് നമ്പർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതുപോലെ തന്നെ നെക്സ്റ്റ് വൈൽ സ്റ്റേറ്റ്മെൻറ്റ്, വൈൽ എന്താണ് k < 101. k എന്താണ് 101നേക്കാൾ കുറവായിരിക്കണം, < 101 ആയിരിക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് കൊടുത്തു, നെക്സ്റ്റ് ലൈനിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കോളൻ കൊടുക്കാൻ മറക്കാൻ പാടില്ല. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് സെമികോളൻ കീ പ്രസ് ചെയ്താൽ കോളൻ സിമ്പിൾ വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ എന്താണ്, പ്രിന്റ് k. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് k = k + 2. ഇതിൻ്റെ മീനിങ് എന്താണ്, നമ്മളിപ്പോൾ റേഞ്ച് ഫംഗ്ഷനിൽ 2 101 ലാസ്റ്റ് ഒരു 2 കൊടുത്തില്ലേ, അതെന്താണ് ഇൻക്രിമെൻ്റ് അല്ലേ. k ഇപ്പോൾ 2 ആണെങ്കിൽ k + 2, 2 + 2 4 വരും. k ഇപ്പോൾ 4 ആണെങ്കിൽ 4 + 2 6 വരും. k ഇപ്പോൾ 6 ആണെങ്കിൽ k + 2 എന്ന് പറയുന്നത് എന്താണ് 6 + 2 8 വരും. ആ ഒരു മീനിങ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബാക്കി പ്രിന്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ. വേറെ ഒന്നും നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് റൺ ചെയ്താൽ എന്ത് കിട്ടും, സെയിം ആ പ്രോഗ്രാം ഫോർ ലൂപ്പിൽ ചെയ്ത പോലെ തന്നെ അതേ സംഭവമാണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത ഓഡ് നമ്പേഴ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് k = സ്റ്റാർട്ടിംഗ് നമ്പർ 1 കൊടുക്കുക. അതുപോലെ തന്നെ ഈ 101ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കുക, 102 കൊടുക്കുക. k + 2 അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല അല്ലേ. k + 2 എന്ന് പറയുമ്പോൾ 1 + 2 3. അതുപോലെ k 3 വരുമ്പോൾ 3 + 2 5 എന്ന് വരും അല്ലേ. ഇത് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഗ്രാമാണ്. ഓഡ് നമ്പർ സ്റ്റാർട്ടിങ് ഫ്രോം 1 to 101. നമ്മൾ ഫോർ ലൂപ്പിൽ ചെയ്ത പോലെ തന്നെ ഓഡ് നമ്പേഴ്സിൻ്റെ പ്രോഗ്രാം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്. എന്താണ് അതിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ലെറ്റ്സ് ഇവാലുവേറ്റ്, വിലയിരുത്താന്ന് പറഞ്ഞ സെക്ഷനിലാണ്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്, അതായത് എയുടെ വില എന്തായിരിക്കും എന്നാണ് ആ ഒരു സെക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്, ദ വാല്യൂ ഓഫ് എ ഓൺ ദ ഫോളോയിങ് പ്രോഗ്രാം. a = 2, a = a + 3, പ്രിന്റ് എ. ആ പ്രിന്റ് എ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സ്ക്രീനിൽ എന്തായിരിക്കും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് എയുടെ വില ആദ്യം 2 ആയിട്ട്
കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ a is equal to a+3 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. a is equal to a+3 എന്ന് പറഞ്ഞാൽ എയുടെ വാല്യൂ 2 ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2+3 ആയിരിക്കും എയുടെ വാല്യൂ. 2+3 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ എയുടെ വാല്യൂ, the value of a is 5. Option A is the answer. Okay. Next, which among the following is used in Python to indicate numbers from 1 to 20? 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകളെ സൂചിപ്പിക്കാൻ പൈത്തണിൽ ഉപയോഗിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ്. ആർക്ക് പറയാൻ പറ്റും? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ റേഞ്ച് 1,10 എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് 1,10 എന്ന് പറഞ്ഞാൽ 10ൽ കുറവായ 1 മുതലുള്ള സംഖ്യകളെ സൂചിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അതുപോലെ തന്നെ എന്താണ് റേഞ്ച് 1,21. 21 എന്ന് പറഞ്ഞാൽ 1 മുതൽ 20 വരെ, 21ൽ കുറവായിട്ടുള്ള 20 വരെ ഉള്ള എണ്ണൽ സംഖ്യകളെ സൂചിപ്പിക്കാനാണ് റേഞ്ച് 1,21. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, റേഞ്ച് 1,21. നമുക്ക് വേണ്ടി ചെയ്തു നോക്കാം. ഓക്കെ, നമ്മൾ ഈ ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ചെയ്തു നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് a is equal to 2, എന്താണ് a is equal to a+3. നെക്സ്റ്റ് പ്രിന്റ് എയുടെ വില എന്തായിരിക്കുന്നതാണ് ചോദ്യം അല്ലേ. നമുക്കിത് ചെയ്തു നോക്കിയാൽ എന്ത് കിട്ടും? എയുടെ വില 5 കിട്ടും. നമ്മുടെ ആൻസർ ശരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൈത്തൺ ഷെല്ലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റേഞ്ച് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിസ്റ്റ്, ഇതിൽ നമുക്ക് മാറ്റമുണ്ട്. ലിസ്റ്റ് റേഞ്ച് എന്നാണ് കൊടുക്കുന്നത് 1,21. 1 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. എന്താണ്? നമ്പേഴ്സ് ഫ്രോം 1 to 21. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഫോർ ഐ ഇൻ റേഞ്ച് 1,5 പ്രിന്റ് വെൽക്കം. ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടിൽ വെൽക്കം എന്നത് എത്ര പ്രാവശ്യം പ്രവർത്തിപ്പിക്കും അല്ലെങ്കിൽ പ്രദർശിപ്പിക്കും എന്നാണ്. നമുക്ക് ഇതേപോലെ തന്നെ അത് ചെയ്തു നോക്കാം. എന്താണ്? ഫോർ ഐ ഇൻ റേഞ്ച്, എനിക്കിത് പ്രോഗ്രാം ചെയ്തു നോക്കാണ്ട് തന്നെ ആൻസർ പറയാൻ പറ്റും, പക്ഷേ കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, പ്രിന്റ് വെൽക്കം. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എത്ര പ്രാവശ്യം ഇതിൻ്റെ ഔട്ട്പുട്ട് വരും പറയാൻ പറ്റും നിങ്ങൾക്ക്? റേഞ്ച് ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ 1,5 അല്ലേ, 1 മുതൽ 5 വരെ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1, 2, 3, 4 4 പ്രാവശ്യമായിരിക്കും വെൽക്കം എന്നുള്ളത് പ്രിന്റ് ചെയ്തിട്ട് വരിക. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, വെൽക്കം 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 4 ടൈംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡബിൾ കോഡ്സ് a is equal to ഡബിൾ കോഡ്സിൽ 3 എന്ന് കൊടുത്തിട്ടുണ്ട്, b is equal to ഡബിൾ കോഡ്സിൽ 2, പ്രിന്റ് a+b. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് ദിസ് പ്രോഗ്രാം? എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട്? എന്തായിരിക്കും പറയാൻ പറ്റുമോ? 5 ആണോ, 6 ആണോ, 23 ആണോ, 32 ആണോ? ശ്രദ്ധിക്കണം, ഡബിൾ കോഡ്സിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കണത്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്? ഡബിൾ കോഡ്സിൽ കൊടുത്തുകൊണ്ട് അഡിഷൻ വർക്കാവില്ല, അത് ജോയിൻ ചെയ്തിട്ട് 32 എന്നാണ് വരിക. നമുക്ക് ചെയ്തു നോക്കാം അത്. ഓക്കെ, a is equal to ഡബിൾ കോഡ്സിൽ 3 എന്ന് കൊടുത്തു, b is equal to ഡബിൾ കോഡ്സിൽ 2 എന്ന് കൊടുത്തു. എന്താണ്? c ഈക്വൽ ടു പ്രിന്റ് a+b ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 32 ആയിരിക്കും. ഓക്കെ, ഡബിൾ കോഡ്സിൽ കൊടുത്തുകൊണ്ടാണ് ഇത് ജോയിൻ ചെയ്തിട്ട് വരുന്നത്. അല്ലെങ്കിൽ എന്ത് വരും?
അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഡബിൾ കോട്ട്സ് നമ്മൾ ഒഴിവാക്കി, എന്ത് വരും ഇതിൻ്റെ ആൻസർ? ഡബിൾ കോട്ട്സ് ഒഴിവാക്കി ഇതിൻ്റെ ആൻസർ അഡിഷൻ വർക്കാവും 5 വരും അല്ല ഇവിടെ. അപ്പം അത്രയേ ഉള്ളൂ. Then Anu wishes to prepare a program to display the value of numbers 1 to 25. The program that Anu prepared is given below. There are some errors in it. Can you edit the errors? അപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാമിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇരിക്കുന്നു. ബാക്കി കുറച്ച് പ്രോഗ്രാംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ലാബിൽ നിങ്ങൾ സ്വന്തം തന്നെ ചെയ്യണം, നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ലാബ് തുറന്നിട്ട് സ്കൂൾ തുറന്നിട്ട് നമുക്ക് ഈ പ്രോഗ്രാംസൊക്കെ ബാക്കിയുള്ള പ്രോഗ്രാംസൊക്കെ ചെയ്തു നോക്കാം. ഈ എറേഴ്സൊക്കെ കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് വരിക. We completed our fourth chapter, programming section. Next practical lab in computers എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്, കമ്പ്യൂട്ടറിലെ പ്രായോഗിക പാഠശാല. ഓക്കെ, നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് കെയർഫുള്ളി. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഓക്കെ, ഗുഡ് ബൈ.